ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കോട്ടയം സ്റ്റൈലിലൊരു സാൽമൺ ഫിഷ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതുണ്ടാക്കാനായിട്ട് ചട്ടി ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഇത് സാൽമൺ ആയതുകൊണ്ടാണ് ബട്ടർ ചേർത്ത് കറി വെച്ചിരിക്കുന്നത്. കോട്ടയം സ്റ്റൈലിലെ മീൻകറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ എണ്ണ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പിന്നെ 1 ടീസ്പൂൺ ഉലുവായും കൂടെ ഇട്ട് അത് രണ്ടും കൂടെ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ഉള്ളിയും ചേർക്കണം. 3 കൂട്ടവും ഓരോ ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ തീ ഒന്ന് ചെറു തീയിലേക്ക് വെച്ചിരിക്കണം. അപ്പോൾ അത് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് കരിവേപ്പിലയൊന്നുമല്ല, അപ്പം കരിവേപ്പിലയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു കൂട്ട് മൂത്ത് വരുമ്പോഴേക്കും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ചെറു തീയിലേക്ക് വെച്ച് തന്നെ നമ്മൾ നല്ലതുപോലെ ഈ ഒരു പൊടിക്കൂട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം. തീ കൂട്ടി വെക്കരുത്, പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഡാർക്ക് കളറുള്ള മീൻകറിയാണ് വേണമെങ്കിൽ ഈ ഒരു കളറിലേക്ക് ആക്കണം. ഉപ്പിട്ട് ഒരു 4 കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും പിന്നെ 1 കപ്പ് തിളപ്പിച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് മൂടി വയ്ക്കുന്നുണ്ട്. നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കമൻ്റ് ഇടണം. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിലും അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ഇടണം. അപ്പം ഏകദേശം 1 കിലോ സാൽമൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ആ ഒരു തിളച്ച കൂട്ടിലേക്ക് ചേർത്ത് കുറച്ച് നേരം മൂടി വെച്ച് ഒരു 5 to 10 മിനിറ്റ്സ് മൂടി വെച്ചു. എന്നിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. നമ്മൾ തവിയിട്ട് ഇളക്കണ്ട, ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ എൻ്റെ കയ്യിൽ കുറച്ച് ഉണങ്ങിയ കരിവേപ്പില ഇരിപ്പുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് ഉണക്കി കൊണ്ടുവന്നതാണ്. അപ്പം ആ ഒരു കരിവേപ്പില ഇട്ടിട്ട് ഞാനൊരു 5 to 6 മിനിറ്റ്സ് കൂടെ മൂടി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ മീൻ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു സാൽമൺ ഫിഷ് കറിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഒരു വെറൈറ്റി കറി തന്നെയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.